നമസ്കാരം. സ്വന്തം സഹകരണ സംഘത്തിൽ 5 ലക്ഷം രൂപ നിക്ഷേപിച്ച തിരുവനന്തപുരത്തെ എല്ലുരോഗ വിദഗ്ധനെ ഭീഷണിപ്പെടുത്തി പണം നൽകാത്ത നേതാവിനെയാണ് MS കുമാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. MS കുമാറിന്റെ സഹകരണ സംഘത്തിൽ നിന്നും ഈ നേതാവ് നേരിട്ട് വായ്പയെടുത്തു എന്നതിന് ഇനിയും വ്യക്തതയില്ല. എന്നാൽ വായ്പയ്ക്ക് ഈടായി നൽകിയത് മറ്റൊരാളുടെ പ്രമാണമാണ്. കൊഞ്ചിരവിളയിലെ BJP പ്രവർത്തകന്റെ പ്രമാണത്തിന്റെ പിൻബലത്തിലാണ് വായ്പയെടുത്തത്. സഹകരണ കൊള്ളയിൽ പാവങ്ങളെ വെട്ടിലാക്കുന്നതിന് തെളിവാണിത്. ഈ നേതാവിന്റെ അടുത്ത അനുയായിയായിരുന്നു കൊഞ്ചിരവിളയിലെ പ്രവർത്തകൻ. മകൾക്ക് അസുഖം വന്നപ്പോൾ സഹായം അനിവാര്യതയായി. ഇപ്പോഴും തളർന്ന ശരീരമായിട്ടാണ് മകളുള്ളത്. മകളെ സഹായിക്കാനായി ഈ നേതാവ് വീടിന്റെ പ്രമാണം കൈക്കലാക്കി. ഇതിനുശേഷം തന്ത്രത്തിൽ സംഘത്തിലെത്തിച്ച് രേഖകളിൽ ഒപ്പിട്ടു. ചെറിയ തുകയ്ക്ക് വായ്പ എന്നാണ് അനുയായിയോട് പറഞ്ഞത്. എന്നാൽ 35 ലക്ഷത്തോളം രൂപ ലോൺ എടുത്തുവെന്നതാണ് വസ്തുത. ഈ ലോൺ അടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി കൊഞ്ചിരവിളയിലെ പ്രമാണ ഉടമയ്ക്കില്ല. ഈ അടുത്താണ് ഇത്ര വലിയ തുകയ്ക്ക് തന്റെ വസ്തുവിന്റെ മേൽ ലോൺ എടുത്തിട്ടുണ്ടെന്ന് ഇയാളും തിരിച്ചറിയുന്നത്. ഏതായാലും നേതാവിന്റെ ചതിയിൽ മനംനൊന്ത് പകച്ചിരിക്കുകയാണ് കൊഞ്ചിരവിളയിലെ പാവം കൂലിപ്പണിക്കാരൻ. തിരുവനന്തപുരത്ത് MS കുമാറിന്റെ പ്രധാന രാഷ്ട്രീയ ശിക്ഷനായിരുന്നു ഈ പണം കൈക്കലാക്കിയ നേതാവും. സഹകരണത്തിലെ ബാലപാഠങ്ങൾ MSൽ നിന്നാണ് മനസ്സിലാക്കിയത്. പ്രതിസന്ധിയിലായതിനെ തുടർന്ന് MS കുമാറിന്റെ സഹകരണ സംഘത്തിനെതിരെ കേസുകളുണ്ടായി. കോടതിയിൽ നിന്ന് കുമാർ ജാമ്യം നേടി. അതിനുശേഷം നിക്ഷേപകർക്കെല്ലാം പണം തിരികെ നൽകുമെന്ന് സർക്കാരിന്റെ ഉറപ്പ് നൽകി വീണ്ടും സംഘത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം തുടങ്ങി. അതിനിടയിലാണ് ലോൺ എടുത്തവരിൽ നിന്ന് പണം വാങ്ങാൻ കുമാർ ശ്രമം തുടങ്ങിയത്. അപ്പോഴാണ് ആരും പണം അയക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മനസ്സിലായത്. ലക്ഷങ്ങൾ കൊണ്ടുപോയവരാണ് വിസമ്മതിക്കുന്ന പലരും. കൊഞ്ചിരവിളയിലെ ലക്ഷങ്ങളുടെ ലോൺ തിരിച്ചടപ്പിക്കാനടക്കം നീക്കം തുടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് കൊഞ്ചിരവിളക്കാരനെ പറ്റിച്ച നേതാവാണ് പണവുമായി പോയതെന്ന് MS തിരിച്ചറിയുന്നത്. ഇതിനിടയിലാണ് ഈ നേതാവിന്റെ ബാങ്കിൽ നിക്ഷേപിച്ചവർക്കും പണം കൊടുക്കാനുണ്ടെന്നും അതിൽ 2 ഡോക്ടർമാരടക്കം പെട്ടുപോയിട്ടുണ്ടെന്നും വ്യക്തമായത്. ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ നേതാവിനെതിരെ പോലീസിനും നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്തത്. ഇതിനിടയിലാണ് BJP നേതൃത്വവും MSനെ തള്ളിപ്പറഞ്ഞത്. ഇതോടെയാണ് പരസ്യ പ്രതികരണവുമായി കുമാർ എത്തിയത്. ഈ സാഹചര്യം CPM പ്രതീക്ഷയോടെയാണ് കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം കുമാറിന്റെ പ്രതികരണം അവർ ചർച്ചയാക്കും. എന്നാൽ സഹകരണ കൊള്ളയിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും സൂചനകളുണ്ട്. തനിക്കെതിരെ നിലപാടെടുത്ത BJP നേതൃത്വത്തിനെതിരെ തിരിച്ചടിച്ച് BJP മുൻ സംസ്ഥാന വക്താവ് MS കുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷിന്റെ പരാമർശങ്ങളെ MS കുമാർ പരിഹസിച്ചു. സുരേഷ് അത്യുന്നതനായ നേതാവാണെന്നും അദ്ദേഹമൊക്കെ പറഞ്ഞാൽ അത് അവസാന വാക്കാണെന്നും പരിഹാസത്തിന്റെ സ്വരത്തിൽ MS കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വായ്പെടുത്ത നേതാക്കളെക്കുറിച്ച് ഉടൻ വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ ആരുമല്ല താനെന്ന ബോധ്യം തനിക്ക് ഇപ്പോഴാണ് വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുരേഷ് പറഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. പറയുന്ന ആൾ നേതാവായതുകൊണ്ട് തനിക്ക് പരാമർശത്തിൽ വേദനയില്ല. വായ്പെടുത്ത നേതാക്കളെക്കുറിച്ച് വെളിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും MS കുമാർ വ്യക്തമാക്കി. അതുടനെ വെളിപ്പെടുത്തും. ഫേസ്ബുക്കിലെ പ്രതികരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. പാർട്ടി ഒന്നുമില്ലാതിരുന്ന കാലത്താണ് താൻ സംഘടനാ പ്രവർത്തനം നടത്തിയത്. റേഷനും ഗ്യാസും ഒന്നും കട്ട് ചെയ്യില്ലല്ലോ, അങ്ങനെ അങ്ങ് ജീവിച്ചോളാമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ സഹകരിക്കാതെ മാറി നിൽക്കുന്ന സ്ഥിതി വന്നതുകൊണ്ടുകൂടിയാകാം പാവം അനിലിന് സ്വന്തം മക്കളെ വരെ മറന്നു ഈ കടുങ്കൈ ചെയ്യേണ്ടി വന്നതെന്നും കുമാർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ചർച്ചയാകാൻ പോകുന്നത് കൗൺസിലർ അനിലിന്റെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളുമായിരിക്കുമെന്ന് BJP മുൻ വക്താവ് മുന്നറിയിപ്പ് നൽകുന്നു. അനിലിന്റെ സഹകരണ സംഘത്തിൽ വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ പേര് വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുമെന്നും MS കുമാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തൽക്കാലം വിവാദങ്ങൾ ഉണ്ടാക്കാൻ കുമാറില്ല. BJP നേതൃത്വം കുമാറുമായി സംസാരിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ വഷളാക്കരുതെന്ന് RSS നേതൃത്വം സന്ദേശം കൈമാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കുമാർ തൽക്കാലം കാത്തിരിക്കും. തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ നിക്ഷേപകർക്കെല്ലാം പണം ഉറപ്പാക്കാനാണ് കുമാറിന്റെ ശ്രമം. അതിനിടെ കുമാറിന്റെ പോസ്റ്റ് CPM ഏറ്റുപിടിച്ചിരുന്നു. BJPയിലെ ആദ്യകാല സഹകാരികളിൽ ഒരാളാണ് MS കുമാർ. RSPയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്ന കുമാർ പിന്നീട് RSSുമായി സഹകരിച്ചു. MA ബേബിയും സുരേഷ് കുറുപ്പും CP ജോണും അടക്കമുള്ള വലിയ സൗഹൃദവും കുമാറിനുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യകാല BJP കൗൺസിലറുമായി PP മുകുന്ദന്റെ അടുത്ത അനുയായിയായിരുന്ന കുമാർ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി. ഇതിനിടെ കുമാറിന്റെ നേതൃത്വത്തിലാണ് RSS നിയന്ത്രണത്തിലുള്ള അനന്തപുരം സർവീസ് സഹകരണ സംഘം വളർന്ന് പന്തലിച്ചത്. പിന്നീട് ഇതിന്റെ നേതൃത്വം RSS ഏറ്റെടുത്തു. അതിനുശേഷമാണ് തിരുവിതാംകൂർ സഹകരണ സംഘം ഉണ്ടാക്കിയത്. അതും വലിയ വിജയമായി. കുമാറിന്റെ കൂട്ടത്തിൽ നിന്നും സഹകരണ സംഘങ്ങളെക്കുറിച്ച് പഠിച്ചവരാണ് ഇപ്പോൾ കുമാറിനെ തന്നെ വഞ്ചിച്ചിരിക്കുന്നത്. ഇതിന്റെ വേദനയും ഈ BJP നേതാവിനുണ്ട്.